ആകപ്പാടൊരു ആശ്വാസം ഉടമ്പടിയിൽ എന്താണെന്നറിയാമോ? ഉടമ്പടി ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ? അപ്പോൾ നമ്മൾ അവിശ്വസ്തരാണെങ്കിലും ദൈവം ശ്രുതികട ഹല്ലേലൂയ, ആരാധന, തിമോത്തിയോസ് 2:13 നാം അവിശ്വസ്തരായിരുന്നാലും പറഞ്ഞേ, അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ ഒന്നിരി പറഞ്ഞേ, നാം അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനായിരിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനായിരിക്കും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ലേ? ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടിയിലുള്ള നമ്മുടെ അവിശ്വസ്തതകളെ സാക്ഷികളാക്കി നിർത്തുന്ന ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം ദൈവപിതാവേ, നന്ദി. വചനത്തിൻ്റെ കൂടെയാണ് നമ്മൾ മത്തായി 24:12 കൂട്ടിവെക്കേണ്ടത്. എന്താണ്? അതായത് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തു പോകും. ഇപ്പം എന്താ പറയണത്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അതിൽ ഡ്രോ ചെയ്യുന്ന കൺക്ലൂഷൻസ് എന്താണ്? നമ്മൾ ദൈവസ്നേഹത്തിൽ തണുത്തു പോയാലും ദൈവത്തിന് തണുപ്പില്ല. ദൈവം ആദ്യം ഉണ്ടായിരുന്ന അതേ ചൂട് തന്നെ നമ്മളോട്, വിശ്വസ്ത തന്നെ നമ്മോട് കാണിച്ചുകൊണ്ടിരിക്കും. കൈയടിക്കട്ടെ, അത് കാരണം നമ്മളല്പം ഇങ്ങനെ ഫ്രീസായി പോയാലും ദൈവം ഫ്രീസാകത്തില്ല. ദൈവത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും, നമ്മളിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗം ഉണ്ടായാൽ മതിയല്ല. നിങ്ങൾക്ക് രോഗം ഉണ്ടായാൽ തന്നെ നിങ്ങളത് ഡൗൺ ആവും ഉടനെ. ഇങ്ങനെ ഡൗൺ ആയാലും മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനെ തുടരുന്നത് കൊണ്ടാണ് അങ്ങനെ വരണത്. ഇപ്പം ഈ ഇവരുടെ കാര്യമില്ല. ആരാണ്? അനിത ബേബി തോമസ് അല്ലേ? അനിത ബേബി തോമസിൻ്റെ പ്രശ്നം എന്താണ്? അവർക്ക് മെഡിക്കലിൽ നിന്ന് കുഞ്ഞിനെ വേണ്ട. 9 വർഷമായിട്ടോ, ഒന്ന് ചിന്തിക്കണേ. ഒരു മോള് കല്യാണം കഴിച്ചിട്ട് 9 വർഷമായി, മക്കളില്ല. പക്ഷെ ഒരേ ഒരു നിലപാടാണ്. എന്താണ്? എനിക്ക് മെഡിക്കൽ സയൻസിൽ നിന്ന് മക്കളെ വേണ്ട. അങ്ങനെ വന്നാൽ അവൾ പറയണത് എൻ്റെ ഭർത്താവിനെ വിശ്വാസം വളർത്താൻ പറ്റത്തില്ലെന്ന്. എന്നാ സ്ത്രീകളായിപ്പോൾ ഉള്ളത്. അവർ പറയുന്നൊരു കാര്യമേ, മക്കളല്ല എനിക്ക് പ്രശ്നം. എന്താണ്? എനിക്ക് മക്കളെ വേണമെങ്കിൽ എൻ്റെ കർത്താവ് തന്നെ എനിക്ക് തരണം. അങ്ങനെ തന്നാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസത്തിൽ വളർത്താൻ പറ്റും. അപ്പോൾ ഈ ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരിയായിട്ട് ഭാര്യ മാറുന്നൊരു കാഴ്ചയില്ലേ? കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരിയാകാൻ വേണ്ടി അവൾക്കൊരു കുഞ്ഞ് ലഭിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കുഞ്ഞെന്ന് പറയണത്.
അത് ആ പുരുഷന്മാരെക്കാൾ അത്യാവശ്യമുള്ള സ്ത്രീകൾക്കാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു ഏറ്റവും വലിയ ഒരു ആവശ്യം പോലും ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ വേണ്ടി അവൾ ദൈവത്തിലും തന്നെ കിട്ടണമെന്ന് ശാഠ്യം പിടിക്കുകയാണ്. അവൾക്ക് വേണമെങ്കിൽ IVF-ലേക്ക് പോകാം. ഡോക്ടർമാർ പലരും അവളോട് പറയുന്നുണ്ട്, എന്താണ് തള്ളേ, നിങ്ങളുടെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളിങ്ങനെ വയസ്സായിട്ടാണ് അവർ കൊച്ചിനെ ജനിപ്പിക്കാൻ പോകണമെങ്കിൽ അതിന് 10-20 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് 70 വയസ്സാകും, വിട്ടിത്തരൊന്നും കാണിക്കേണ്ട, IVF ചെയ്യാൻ ഡോക്ടർ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇവൾക്കത് ഇഷ്ടമല്ലാത്ത കാരണം ഭർത്താവ് ഇവളോട് യോജിക്കുകയാണ്. ഭർത്താവിന് ഇഷ്ടമുണ്ട് IVF പോകാൻ, കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്നാണ് അയാളും പറയണത്. പക്ഷേ അത് ഇവളോട് പറയാനുള്ള ധൈര്യം പുള്ളിക്കില്ല. എന്താ കാര്യം? ഇവൾക്ക് അടുത്ത വിശ്വാസിയാണ്. ഇവൾക്ക് അടുത്ത വിശ്വാസിയായതുകൊണ്ട് നമുക്ക് IVF-ന് പോകാമെന്ന് പറയാൻ പറ്റണില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളുടെ അമ്മ ഉണ്ട്. അവളുടെ അമ്മ പറയും, മകളെ, നിനക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് മാതാവ് എന്നോട് പറഞ്ഞെന്ന് പറയും. അത് പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി 3 പുതുക്കി കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത കാരണം, പിന്നെ ഡോക്ടർ ഇങ്ങനെ IVF-ന് നിർബന്ധിക്കുന്ന കാരണം ഇവളൊരു വല്ലാത്തൊരവസ്ഥയിലാണ്. നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇത്. അതായത് ഓരോ വിഷയങ്ങൾക്കാണെന്നേ ഉള്ളൂ, വ്യത്യസ്തമായ വിഷയങ്ങളെന്നേ ഉള്ളൂ. ഉടമ്പടി 3 പുതുക്കിയിട്ടും ഒരേ അടയാളം കിട്ടണില്ല. പക്ഷെ ഡോക്ടർ നിർബന്ധിക്കുന്ന IVF എടുക്കുക, പ്രായമാകുന്നില്ല എന്ന്. അപ്പോൾ ഇവള് ഉടമ്പടിയിൽ അല്പം ഒന്ന് പറഞ്ഞോളൂ തണുത്ത് കണ്ട. അങ്ങനെ ഡോക്ടർ നിർബന്ധിക്കുന്നു, ഹസ്ബൻഡ് നിർബന്ധിക്കുന്നു. ഇവളുടെ കോഴ്സിന് ഇവൾ മാത്രമേ ഉള്ളൂ, സപ്പോർട്ടില്ല. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ല. സപ്പോർട്ട് എന്താണ് വെച്ചാൽ അയാൾക്ക് IVF എടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്, മെഡിക്കലിൽ പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഇവളുടെ നിലപാടിന് ഇവൾ മാത്രമേ സപ്പോർട്ടുള്ളൂ. പിന്നെ ദൈവവും, ആ ദൈവമാണെങ്കിൽ മിണ്ടണേയില്ല. അതാണ് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ വിശ്വാസത്തിന് ചില സമയത്ത് ദൈവം പോലും നമ്മളെ കൈവിട്ടിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഇതാണ് ഈ പ്രയോജനമുള്ള ദാസനെന്ന് പറയുന്നത്. കണ്ടാ, ഒരു വ്യക്തി ദൈവതിരുസന്നിധിയിൽ ഉടമ്പടി എടുത്ത് ഒറ്റക്കായി പോണ കണ്ടില്ലേ? എന്നിട്ടും വിട്ടുകൊടുക്കത്തില്ല ഇവള്. പക്ഷെ ഒരു ദിവസം ഇവള് പൊട്ടിക്കരയും. പൊട്ടിക്കരണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് പറയും, എടി പറയുകൊണ്ടൊന്നും നീ വിഷമിക്കരുത്, വിഷമൊക്കെ പറയണല്ല, ഒക്കെ പ്രായമാകുകയാണ്, വല്ലാത്ത ഒരു പോക്കാണ് ഈ പോണത്, നീ വിശ്വാസത്തിൻ്റെ ഒരു അന്ധതയിൽ പോകുന്നു, നമുക്ക് ആണെങ്കിൽ കുഞ്ഞിനെ കിട്ടണമില്ല, നമ്മുടെ പ്രായം വല്ലാത്ത രീതിയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ദൈവം ഇവളെ കൈവിട്ടെന്ന് ഓർത്തുകൊണ്ട് ഇവളെ പൊട്ടിക്കരയും. എന്നിട്ട് ഇയാൾ പറയും, ചയ എനിക്ക് മെയ് മാസം വരെ ഒരു ഡേറ്റ് തരുമോ? ഇവൾക്ക് എഞ്ചണമുണ്ട്. അതായത് മെയ് മാസം മാതാവിൻ്റെ മാസമാണ്. ആ വിശ്വാസിയുടെ ജീവിതം അങ്ങനെയാണ്. വിശ്വാസിയുടെ ജീവിതമാണ്. അത് ബുദ്ധിയുടെയും യുക്തിയുടെയും ജീവിതമല്ലത്. മെയ് മാസം മാതാവിൻ്റെ മാസമാണ്. മെയ് മാസം കഴിയട്ടെ, മെയ് മാസം ഞാനും അമ്മയും തമ്മിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടും. അവിടെ വിശ്വാസ യാത്ര കണ്ടില്ലേ, ഭയങ്കരമാണ് വാസ്തവത്തിലെ. എന്നിട്ട് ഇവളെ പറയണത്, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കറിയാം, നമ്മുടെ എഡ്ജ്, നമ്മൾ ഉടമ്പടിയിൽ ഇങ്ങനെ തണുത്തു പോയാലും, ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്, ദൈവം തണുക്കത്തില്ല. കാര്യം എന്താണ്? നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനായി തുടരുമെന്ന് വാഗ്ദാനം ഉണ്ടല്ലോ. അതുകൊണ്ട് ദൈവം തണുക്കത്തില്ല, നമ്മളാണ് തണുക്കണത്. ദൈവം തണുക്കാതെ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി, ദൈവത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. പക്ഷേ ഇവൾക്ക് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ട് ഇവളുടെ അമ്മയോട് പറയും, എന്താണ്, 44 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിന് നമ്മൾ ദൈവ തീരുമാനം ഉണ്ടാകും.
ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിനോടും തിരുകുമാരനോടും 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ മാതാവ് വഴി എനിക്ക് കിട്ടിയ നന്മകളെയും സാക്ഷ്യങ്ങളാക്കി ഇവിടെ ഏറ്റുപറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് സ്നേഹ പി തോമസ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മെയ് 20 ഇതെൻ്റെ മമ്മിക്ക് കിട്ടിയ ഒരു സാക്ഷ്യം, ഒരു നന്മയെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ നിൽക്കുന്നത്. എൻ്റെ മമ്മി ഈ വർഷം മാർച്ച് മാസം ഒരു അബ്ഡോമിനൽ സ്കാൻ, ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയും അതിൽ ആ സമയത്ത് ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനിപ്പോൾ പാസ്സായി. ആ സമയത്ത് ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു, സ്റ്റേ ആയിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി അവിടെ സ്കാൻ ചെയ്യുകയും അവിടെ മമ്മിക്ക് പലതര വിഷയങ്ങളും അബ്ഡോമിനിൽ ഉണ്ടെന്ന് പറയും, ഫാറ്റി ലിവർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയും, പക്ഷേ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ ഒരു സങ്കടമാണ് അന്നുണ്ടായത്. അതായത് മമ്മിയുടെ സെർവിക്സ് റീജിയണിൽ ഒരു ചെറിയ സിസ്റ്റ് ലേഷൻ ഉണ്ടെന്ന് അവിടെ അന്ന് പറയുകയും ചെയ്തു. അന്ന് ഡോക്ടർ മമ്മിയോട് ജസ്റ്റ് ആ ഒരു പാപ്സ്മിയർ ടെസ്റ്റ് എടുത്തപ്പോൾ മമ്മി ചോദിച്ചു, എന്താണ് ഇതിപ്പോൾ എടുക്കാൻ കാര്യം? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ജസ്റ്റ് ചുമ്മാ എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ റിസൾട്ട് കുറച്ച് നാൾ കഴിഞ്ഞ്, ഒരു 1 മന്ത് കഴിഞ്ഞ് മാത്രമേ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് മമ്മി അത്ര കാര്യമാക്കി എടുത്തില്ല. മമ്മി അതെനിക്ക് വാട്സപ്പ് ചെയ്ത് തരികയും അന്ന് എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആകെപ്പാടെ ഞാൻ അതിൻ്റെ ടെൻഷനിൽ നിൽക്കുമ്പോൾ മമ്മി എനിക്കിത് അയച്ചു തരികയും ഞാൻ ഇതിൻ്റെ റിസൾട്ടിൻ്റെ കാണുകയും ചെയ്തു. ആ സമയത്ത് നമുക്കറിയാം, നമ്മളൊരു മെഡിക്കൽ ഫീൽഡിൽ നടന്നു പോകുമ്പോൾ ഒരു പാപ്സ്മിയർ ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിയുമ്പം എന്തിനായിരിക്കും, അതിലൊരു ക്യാൻസറിൻ്റെ ഒരു സിസ്റ്റ് ആണെന്ന് അവർക്കൊരു തോന്നലുണ്ടായിട്ടായിരിക്കാം അതങ്ങനെ മമ്മിക്കൊരു പാപ്സ്മിയർ ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞ് ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി അവരെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. എനിക്ക് ആകെപ്പാടെ സങ്കടം വന്നിട്ട് ഞാൻ ആദ്യം നോക്കിയത് എൻ്റെ അമ്മ മാതാവിനെയായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് അമ്മ മാതാവിനോട് എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ കൂട്ടുകാർക്ക് ആർക്കും അറിയില്ല. ഞാൻ ആകെ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞത്, മമ്മിക്ക് ഫാറ്റി ലിവർ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, റിസൾട്ട് വരുന്നിടം വരെ ഞാനിത് ആരോട് പറയില്ല. അമ്മ മാതാവിനോട് ഞാൻ പറയും. അത് കഴിഞ്ഞ് മമ്മിയോട് പറഞ്ഞ് ഞാൻ അമ്മ മാതാവിന് ഇവിടെ വന്ന് സാക്ഷീകരിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ കൂട്ടുകാർക്കോ എൻ്റെ വീട്ടുകാർക്കോ ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ അമ്മ മാതാവിന് കൂടുതലായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ റിസൾട്ട് വരുന്ന സമയത്ത് അത് നെഗറ്റീവാക്കി എനിക്ക് കാണണം, വേറെ ഒന്നും എനിക്ക് കാണണ്ട. എൻ്റെ മമ്മി ഒരു രോഗിയായിട്ട് കാണാനോ അങ്ങനെ ഒരു സിസ്റ്റോ ക്യാൻസറോ ഒന്നുമായിട്ട് കാണാനോ എനിക്ക് സാധിക്കില്ല അമ്മ മാതാവേ, എനിക്ക് അതിന് കഴിയുകയില്ല. അമ്മ മാതാവ് തന്നെ അത് നെഗറ്റീവാക്കി അമ്മയുടെ പ്രതീക്ഷയനുസരിച്ച് സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്നും അമ്മയുടെ മുന്നിൽ വന്നത് ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ സാക്ഷ്യം പറയാൻ എനിക്ക് കഴിയണമെന്നും ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഏപ്രിൽ 23 ഞാനിവിടെ വന്ന് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു, അടുത്ത വട്ടം ഞാൻ വരുമ്പോൾ എൻ്റെ മമ്മിയും കൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ സാക്ഷ്യം പറയണം, എൻ്റെ മമ്മിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ള കാര്യം. ആദ്യം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, റിസൾട്ടും കാര്യങ്ങളും ആയോ? റിസൾട്ട് ആയിട്ടില്ല. ഏപ്രിൽ 23 ഞങ്ങളിവിടെ വീണ്ടും വരികയും ഞാനും എൻ്റെ കൂട്ടുകാരും ഒന്നിച്ചാണ് വന്നത്. ആ ഉടമ്പടിയിൽ എടുത്തപ്പോൾ മമ്മിയുടെ കാര്യം ഞാൻ എടുത്ത് എഴുതുകയും ചെയ്തു. അതെനിക്ക് നെഗറ്റീവായി കാണണം, മമ്മിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. ഉടമ്പടി എടുത്ത് ഏപ്രിൽ 30 ഞാൻ നോക്കുകയും അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് നെഗറ്റീവായി എന്നെനിക്ക് കാണാനും സാധിച്ചു. അതെനിക്ക് ഒരുക്കി തന്ന എൻ്റെ അമ്മ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അടുത്തതായി എനിക്ക് 4th ഇയറിൻ്റെ എക്സാം, ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് 4th ഇയറിൻ്റെ എക്സാം നല്ല പാടായിരുന്നു. അത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയും ഭയങ്കര ടെൻഷന് കാര്യങ്ങൾ. അവസാനത്തെ വർഷം ഗ്രാജുവേഷൻ, എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് പഠിച്ചിറങ്ങി നമ്മൾ പാസ്സായി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു എക്സാമിൽ എൻഡിൽ വന്ന് നിൽക്കുക. ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ഞാൻ എൻ്റെ കൂട്ടുകാരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എക്സാമിൻ്റെ സമയമായി. മാതാവിൻ്റെ ഈ കാശ് രൂപം പിടിച്ചോട് മാത്രമേ ഇതുവരെ എഴുതിയിട്ടുള്ള ഏത് എക്സാമിനും ഞാൻ പോകത്തുള്ളായിരുന്നു. ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ ഉപ്പും എടുത്ത് ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ അമ്മ മാതാവിനോട് പറയും, എൻ്റെ കൂടെ കയറണം. അമ്മ മാതാവ് എൻ്റെ എക്സാം ഹാളിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അമ്മ മാതാവ് യേശു ഉണ്ടായിരിക്കണം. അടുത്ത് വന്ന് തന്നെ നിന്ന്
അമ്മ മാതാവ് എനിക്ക് പറഞ്ഞു തരുന്നത് മാത്രമേ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഞാനല്ല എഴുതുന്നത്, അമ്മ മാതാവ് എൻ്റെ കൈ പിടിച്ച് തന്നെ അത് എഴുതിപ്പിക്കണം. എന്നാൽ മാത്രമേ ഞാനിതിൽ ജയിക്കുകയുള്ളൂ. എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, അങ്ങ് അവിടുന്ന് തന്ന ഉത്തരങ്ങൾ മാത്രമേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ഉറക്കെ അവിടുന്ന് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം ഹാളിൽ കയറുമ്പോൾ അമ്മ മാതാവിനെ കൈ പിടിച്ചുകൊണ്ട് കയറും. അവിടെ ചെന്ന് ഇരുന്ന് ഞാൻ അവിടെ ഉപ്പ് വിതറി എക്സാമിലെ എല്ലാ ക്വസ്റ്റ്യൻസും കാണുമ്പോഴും എനിക്കറിയാവുന്നത് ഞാൻ സ്പീഡിൽ എഴുതി തീർക്കുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ കൈ പിടിച്ചെഴുതുന്നത് എൻ്റെ അമ്മ മാതാവ്, എൻ്റെ യേശുവാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതെന്നുള്ളത്. ആ സമയത്ത് ഓരോ ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോഴും ഞാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും കൃപ നിറഞ്ഞ മറിയുമ്പോൾ ഞാൻ ഉറക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അതെല്ലാം അറ്റൻഡ് ചെയ്ത് OBG എക്സാം, അതായത് ഒരു ഗൈനക്കോളജി സബ്ജക്റ്റാണ്, അത് എനിക്ക് ഇച്ചിരി ടഫായിട്ട് തന്നെയാണ് നിന്നിരുന്നത്. അപ്പോൾ ഞാൻ എഴുതി കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ എഴുതി ഞാൻ വെളിയിൽ വന്നപ്പോൾ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ല എന്നെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ എൻ്റെ മമ്മിയെ വിളിച്ചു, കാര്യം പറഞ്ഞു. എനിക്ക് ആകെപ്പാടെ വിഷമമായി. കാരണം ഒരു 2 മാർക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫെയിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ. മമ്മി പറഞ്ഞു നീ പേടിക്കണ്ട, പപ്പായും പറഞ്ഞു നീ പേടിക്കണ്ട, മാതാവിനെ മുറുക്കെ പിടിക്കുക, പാസ്സാകും, കുഴപ്പമില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ മുറുക്കെ പിടിച്ചത് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ മെയ് മാസം 8-ാം തീയതി എൻ്റെ റിസൾട്ട് വരികയും ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ അതിന് പാസ്സാകുകയും ചെയ്തു. അമ്മ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണത്. അന്നും ഞാൻ പ്രാർത്ഥിച്ചത് ഇതുപോലെ വന്നു നിന്ന് ഇവിടുന്ന് സാക്ഷ്യം ഏറ്റുപറയാൻ എനിക്ക് കഴിയണമേ എന്നായിരുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പത്രം ഞാൻ മേടിക്കുകയും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ ജൂനിയേഴ്സിനും ഒക്കെ കൊടുക്കുമ്പോൾ അവിടെ തെലുങ്കു കുട്ടികളുണ്ട്. അപ്പോൾ ഇതെല്ലാവരുടെ കയ്യിലും മാതാവിൻ്റെ ഫോട്ടോയും ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്കാകെ ഒരു ഡൗട്ടാണ്, ഇതെന്താണ്, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നതെന്നുള്ളത്. അന്ന് അറിയുന്ന രീതിയിൽ ഞങ്ങൾ അവരോടെല്ലാവരോടും ഇത് കൃപാസനം എന്ന് പറഞ്ഞ മാതാവാണ്, ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്, നിരവധി സാക്ഷ്യങ്ങളും കാര്യങ്ങളും മാതാവ് നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുമെന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു. ഭാരപ്പെട്ടിരിക്കുന്ന കുറേ കുട്ടികളെ കാണുമ്പോഴും ഞാൻ പറയും, നീ കൃപാസനത്തിൽ പോയി കഴിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, എന്നിട്ട് എക്സാം എഴുത്, പാസ്സാകും, മാതാവ് അവിടെ നിന്ന് കാക്കും എന്ന് തന്നെ ഞാൻ ഉറച്ചു പറയുമായിരുന്നു. പിന്നെ എൻ്റെ ആത്മീയ വളർച്ച എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏറ്റവും വലുത് എൻ്റെ അമ്മ മാതാവിനോടും യേശുവിനോട് കൂടുതലായിട്ട് അടുക്കാനാണ് എനിക്ക് സാധിച്ചത്. അതായത് ഞാനിപ്പോൾ എവിടെ പോവുകയാണെങ്കിലും എനിക്കിപ്പോൾ എന്ത് വിഷമം വന്നോട്ടെ, സങ്കടം വന്നോട്ടെ, ഞാൻ ആദ്യം ഓടിച്ചെന്ന് അമ്മ മാതാവിനോട് പറയും, എൻ്റെ യേശുവിനോട് പറയും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന പോലെ നല്ലപോലെ നിന്ന് സംസാരിച്ച് ഇപ്പം ഞാൻ വാഹനം ഓടിക്കുകയാണെങ്കിൽ തന്നെയും ഈ മാതാ കാശുരൂപവും കൊന്തയും ഞാൻ എൻ്റെ ബാഗിലിട്ടിട്ട് മാത്രമേ മാതാവെ സംരക്ഷണയായി എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ വാഹനം എടുക്കാറുള്ളൂ. അങ്ങനെ എവിടെ പോയാലും ഞാനങ്ങനെ മാതാവിനോട് സംസാരിച്ചു. ഏത് വിഷമം പ്രതിസന്ധിയിൽ പോയാൽ പോലും ഈ ഒരു കാശുരൂപം പിടിച്ച് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മാതാവ് ഒന്നിനും എനിക്കൊരു തടസ്സവും വന്നിട്ടില്ല. എപ്പോഴും എൻ്റെ വഴി തുറന്നു തന്നെ അവിടെ കാണിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അമ്മ മാതാവിനോട് നന്ദി പറയാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രയും ചെയ്തു തന്ന എൻ്റെ മാതാവിനോടും എൻ്റെ യേശുവിനോടും 1000 നന്ദി പറയുന്നു. ആദ്യമായി ഈ അൾത്താരിൽ നിന്ന് എൻ്റെ അമ്മ മാതാവിന് സാക്ഷ്യം പറയാൻ സാധിച്ചതോർത്ത് ഞാൻ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് റീതു. ഞാൻ ആലപ്പുഴ പറവൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത് 7/9/23 പക്ഷേ എനിക്ക് ആ ഉടമ്പടി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. പിന്നീട് പിറ്റേ വർഷം 7/9/24 ഞാൻ വീണ്ടും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു. എല്ലാവരും എഴുതണ പോലെ തന്നെ 6 നിയോഗങ്ങൾ ഞാൻ എഴുതി. പിന്നീട് ഉടമ്പടി ജീവിതം ഞാൻ യഥാക്രമം കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. രാവിലെയും രാത്രിയും പ്രാർത്ഥന ചൊല്ലുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു, വചനം എഴുതുമായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പെടുക്കാൻ വരുമ്പോൾ ഇത് എൻ്റെ മോനാണ്, പേര് ലിയോണൽ. ഇവനെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ സമയങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടി തൈലം വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഏറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സ്മൂത്തായിട്ട് തന്നെ പോയി. 9 മാസം കഴിഞ്ഞു. 9 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ ഡേറ്റിന് 2 ദിവസം മുന്നേ തന്നെ എനിക്ക് പെയിൻ വന്നിട്ട് അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ. അപ്പോൾ
ഡേറ്റ് ആകാത്തത് കൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം, നോർമലായിട്ട് തന്നെ ഡെലിവറി നടക്കും, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞിട്ടും വേറെ മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവർ പറഞ്ഞു മരുന്ന് വെച്ച് വേദന വരുത്തി അങ്ങനെ ഡെലിവറി ആക്കാമെന്ന് എന്നുള്ള രീതിയിലായി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡെലിവറി ഇതുപോലെ തന്നെ ആയിരുന്നു. വേദന വരാതെ മരുന്ന് വെച്ചിട്ടാണ് വേദന വന്ന് ഡെലിവറി ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പേടിയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ മനസ്സിൽ ഭയങ്കര ധൈര്യമായിരുന്നു, കാരണം ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മാതാവ് എല്ലാം നോക്കിക്കോളും, ഒരു കുഴപ്പവും വരില്ല, വളരെ ഈസി ആയിട്ട് തന്നെ ഡെലിവറി നടക്കും, അങ്ങനൊരു വിചാരമാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോഴെല്ലാം ലേബർ റൂമിൽ കയറുന്ന വരെ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴും തിരിയും ഇവിടുത്തെ വെഞ്ചരിച്ച ഉടമ്പടി വസ്തുക്കളും കൊണ്ടിട്ടാണ് ഞാൻ പോയത്. പിന്നെ ലേബർ റൂമിൽ കയറ്റി മരുന്ന് തന്നു. ആ സമയം എനിക്ക് നമുക്കറിയാം ലേബർ റൂമിൽ ഓർണമെൻറ്റ്സ് ഒന്നും ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കാശുരൂപം ഞാൻ ആരും കാണാതെ ഉടുപ്പിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമായിരുന്നു എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു ധൈര്യം. അങ്ങനെ മരുന്ന് വെച്ചു. സാധാ പോലെ വേദന വന്നു, പക്ഷേ ഡെലിവറി പെയിൻ തന്നെ വന്നു. രാവിലെയാണ് പെയിൻ തുടങ്ങിയത്, പക്ഷേ വൈകിട്ടായിട്ടും എനിക്ക് യാതൊരു വിധത്തിലുള്ള അവർ PV ചെയ്യാൻ വന്നപ്പോഴേക്കും പറഞ്ഞത് സെർവിക്സ് ഡയലേറ്റ് ആവുന്നില്ല, കുഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുന്നില്ല. ഇത്രയും മണിക്കൂറായിട്ടും യാതൊരു പ്രോഗ്രസ്സും ഇല്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഡെലിവറി പെയിൻ അനുഭവിച്ചവർക്ക് മനസ്സിലാവും, അത് ഡെലിവറി ആകുന്ന ആ ഒരു വേദന തന്നെയാണ് ഞാൻ ആ ഒരു ദിവസം മുഴുവൻ അനുഭവിച്ചത്. അപ്പോഴെല്ലാം എൻ്റെ അമ്മ മാതാവ് മാത്രമായിരുന്നു എനിക്ക് കൂട്ടിനുണ്ടായിരുന്നത്. കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ, ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവസാനം വൈകിട്ടായപ്പോഴത്തേനും ഞാൻ തന്നെ അവരോട് റിക്വസ്റ്റ് ചെയ്തു. കാരണം രാവിലെ അവർ വാട്ടർ ബ്രേക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മണിക്കൂർ വാട്ടർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു ഭയമുണ്ട്, വാട്ടർ പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ടെൻഷനും. തലേദിവസം മുതൽ ഫുഡൊന്നുമില്ല, IV ഫ്ലൂയിഡ് മാത്രമാണ്. അപ്പോൾ ആകെ അവശ നിലയിലായിരുന്നു വൈകിട്ടായപ്പോഴത്തേനും. ഞാൻ പറഞ്ഞു സിസേറിയനിലൂടെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് എടുത്തു തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ വരാതെ ഒന്നും പറയാൻ പറ്റത്തില്ല, ഡോക്ടർ കോൺഫറൻസിലാണ്, ലേറ്റ് ആവുമെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ അപ്പോഴേ എൻ്റെ അമ്മയെ മുറുക്കെ പിടിച്ചു, മാതാവേ ഡോക്ടർ എത്രയും വേഗം ഇവിടെ എത്തിക്കണേ, എനിക്കെൻ്റെ കുഞ്ഞിനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ കോൺഫറൻസിലാണെന്ന് പറഞ്ഞ ഡോക്ടർ അവിടെ എത്തി. ആ ലേബർ റൂമിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരും ഡെലിവറി കഴിഞ്ഞ് പോയി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ ലേബർ റൂമിലുണ്ടായിരുന്നത്. ആ ഡോക്ടർ എൻ്റെ കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം എൻ്റെ മാതാവാണ് അവിടെ എത്തിച്ചത്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഡോക്ടർ വന്ന് എന്നെ പെട്ടെന്ന് തന്നെ എമർജൻസി ഷിഫ്റ്റ് ചെയ്തു, വാക്കം ചെയ്താണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ എൻ്റെ മാതാവ് എനിക്ക് തന്നു. 1000 നന്ദി പറയുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം ഇത് എൻ്റെ 2ാമത്തെ കുഞ്ഞാണ്. മൂത്തത് മോളാണ്, 7 വയസ്സുണ്ട്. അവൾക്ക് എന്തെങ്കിലും ചെറിയ വേദന വന്നാൽ പോലും അവൾ പറയുന്ന അമ്മ മരുന്ന് വേണ്ട, അമ്മ മാതാവിൻ്റെ തൈലം മതി, ഉപ്പ് മതി എന്നാണ്. ഞങ്ങളുടെ വീട്ടിലെ മരുന്നല്ല ഇപ്പം ഇതാണ്, എൻ്റെ അമ്മ മാതാവിന് തൈലവും ഉപ്പും. വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ വീടിന് ചുറ്റും ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പം കിട്ടുന്ന സമാധാനം അത് വളരെ വലിയൊരു സമാധാനമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് PFന് ചെറിയൊരു പ്രോബ്ലം വന്നു. അത് ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യണം എന്നുള്ള രീതിയിലായി. അപ്പോൾ ഞങ്ങളത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ റിജക്ഷനാണ് വന്നത്. ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം ആ റിജക്ഷൻ പേപ്പറിൽ കുരിശിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് റിജക്റ്റായ അത് വീണ്ടും ICU മാറി ഞങ്ങൾക്കത് ക്ലോസ് ആക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഓരോ നിമിഷവും അമ്മ മാതാവ് വഴി നടത്തുന്നത് നമുക്ക് ഫീല് ചെയ്യും. ശരിക്കും എപ്പോഴും അമ്മ മാതാവിന് ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഞാൻ പറ്റുമ്പോഴെല്ലാം ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴും സമയം കിട്ടിയാലും ജപമാല ചൊല്ലും. അച്ഛൻ്റെ സന്ധ്യാപ്രാർത്ഥനയും അതുപോലെ പ്രഭാത പ്രാർത്ഥനയും ഞാൻ കൂടാറുണ്ട്. ബൈബിൾ വായിക്കാറുണ്ട്. സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. വിഷമിക്കുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും കൂടെ
അടുത്ത വീട്ടിലെ ആളുകളായാലും വിഷമിക്കുന്നത് കണ്ടാലും ഞാൻ അപ്പോൾ തന്നെ മാതാവിൻ്റെ കാര്യം പറയും. അമ്മ മാതാവ് സഹായിക്കും, വന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ പൊതിച്ചോറുണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കൊണ്ട് വടിയരികിലിരിക്കുന്ന എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഇവനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ ഞാൻ പരിശുദ്ധാമ്മയുടെ പത്രം വിതരണം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം മുമ്പിൽ വരുന്നവർക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. ആർക്കും അങ്ങനെ സഹായം ചോദിച്ചു വന്നിട്ട് കൊടുക്കാതിരുന്നിട്ടില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്. 1000 നന്ദി പറയുന്നു. അമ്മേ മാതാവേ നന്ദി. ഈശോയെ സ്തുതി, ആരാധന.